വേദൂട്ടിന് ഉറങ്ങിയ നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വന്നു. കുഴിമടിച്ചായിരുന്ന ഞാൻ അതിനേക്കാൾ വലിയ ലോകം മടിച്ചായിട്ട് മാറിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറിക്ക് ശേഷമാണ്. കാരണം എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഇപ്പോൾ വേദൂട്ടിന് ഉറങ്ങാതെ പറ്റില്ല. അവൻ ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും കാര്യം എൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞ് പല കാര്യങ്ങളും ഞാൻ നാളെ നീളം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് കാലത്ത് തന്നെ വേദൂട്ടിന് ഉറങ്ങിയ നേരം നോക്കിയാണ് ഞാൻ പോയി റെഡിയായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫംഗ്ഷന് പോകേണ്ടതിന് ഒത്തിരി സമയം വൈകിട്ടുണ്ട്. കാലത്ത് ചെല്ലാനുള്ളതിന് ഉച്ചയായപ്പോഴാണ് ചെന്നത്. ഞങ്ങൾക്ക് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ടാണ്. അപ്പോൾ അതിന് പോകാൻ ഞങ്ങൾ റെഡിയായിരിക്കുന്നതാണ്. ഏതു റെഡിയായി, അമ്മ റെഡിയായി. അതുകൊണ്ട് പാരച്ചൂട്ടിൻ്റെ കുപ്പി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടം. പോയിട്ട് വരാം അല്ലേ? അപ്പം ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് അല്ലേ വിധു? ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. വണ്ടി വരാറായി. അതുറങ്ങാണോ? അപ്പോൾ ഞാൻ പോയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം തന്നെയാണ്. അവളുടെ ഹസ്ബൻഡും കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വേദൂട്ടിനും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പരിപാടി എടുക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഫുഡും കഴിച്ച് പോകാറായിരുന്നു കേട്ടോ. പകുതി മുക്കാലും പേരും വന്ന് പോയി കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ ലാസ്റ്റാണ് ചെന്നത് തന്നെ. നമ്മളെവിടെയാ? ഇത് അമലയുടെ ഹസ്ബൻഡാണ് പുറകെ തന്നത്. അത് അവരുടെ കുഞ്ഞാണ് ആദൂട്ട്. എന്നാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സും അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നേരിട്ട് കാണുന്നത് തന്നെ. നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് അഞ്ജനയുടെ കുഞ്ഞിൻ്റെ നൂലേട്ടായിരുന്നു. ഞങ്ങളെ എന്നപ്പോഴേക്കും ഉച്ചയാവാറായിരുന്നു. അപ്പോഴേക്കും പിന്നെ നൂലേട്ടെല്ലാം കഴിഞ്ഞ് കൊച്ചു കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. വേദൂട്ട് പിന്നെ ആരുടെ അടുത്തേക്കും പോകില്ല, എൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വേദൂട്ടിനെ പിടിച്ചുകൊണ്ട് ഫുഡ് കഴിക്കലൊക്കെ ചടങ്ങായിരുന്നു. വേദു പിന്നെ ആരുടെ അടുത്തും പോവില്ല. പക്ഷെ ആദൂട്ടിന് എല്ലാവരുടെ അടുത്തും പോയായിരുന്നു കേട്ടോ. ആട്ടുള്ള എല്ലാവരുമായിട്ട് സെറ്റായിരുന്നു. അഞ്ജുൻ്റെ കുഞ്ഞിൻ്റെ പേര് നിലങ്ക എന്നാണ് കേട്ടോ. നീലു എന്നാണ് വിളിക്കണേ. നിലങ്ക നല്ല പേരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ തന്നെ മനസ്സിലാവില്ല ഞങ്ങൾ എത്രയും നേരത്തെയാണ് ചെന്നത്. അറിയപ്പെടാത്ത ബ്ലോഗർ. ഏതോ എവിടെ ചെന്നാലും സ്പൂൺ വേണം. മര്യാദയ്ക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോലും സമ്മതിച്ചില്ല ഈ വേദു. കൊച്ചിൻ്റെ ഒപ്പം ഫോട്ടോ ഒക്കെ എടുക്കണം, സെൽഫി ഒക്കെ എടുക്കണം എന്ന് ഓർത്തുകൊണ്ട് പോയതാണ്. പക്ഷെ കൊച്ചുങ്ങളുടെ കാര്യമല്ലേ, ഒന്നിനും സമ്മതിച്ചില്ല. വേദു സാധാരണ ഈ സമയത്തൊക്കെ ഉറങ്ങാറില്ലാണ്. പക്ഷെ ഇന്നെന്താണെന്ന് അറിഞ്ഞില്ല, ഉറങ്ങിയിട്ടുണ്ടായില്ല. അത് അവനോട് ഭയങ്കര വാശിയായിരുന്നു. കാരണം ഉറക്കം ശരിയായില്ലെങ്കിലും അവന് ഭയങ്കര കരച്ചിലായിരിക്കും. ആരുടെ അടുത്തും പോകില്ല. അങ്ങനെ ഇങ്ങനെ പറ്റി ചേർന്നെങ്കിരിക്കണം. അതാണ് അവന് ഏറ്റവും ഇഷ്ടം. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ലെമൺ ജ്യൂസ് കഴിക്കാൻ കയറിയിട്ട് അത് നല്ല വൈബായിരുന്നു. വേദൂട്ടിന് പിന്നെ എവിടെ ചെന്നാലും എന്ത് കണ്ടാലും അതൊക്കെ കാക്കയാണ്. കാക്കാന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വർത്താനം പറയണേ. കാക്കയോ? കാക്കയൊന്നും ഇല്ല അവിടെ. കാക്കൊന്നും ഇല്ല. വേദന കാണിക്കാൻ പെട്ടെന്ന് കുടിക്കട്ടെ. കാണിച്ച പണിയാ. ഓ നടി കൽക്കണ്ണം കുറുക്ക് ചേർക്കണല്ലേ. എല്ലാം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.